ഇതിൽ ആർ എസ് എസ് നേതാക്കളുണ്ട് എന്നാണ് ജില്ലയിൽ നിന്നുള്ള മന്ത്രി കൂടിയായ ശ്രീ എം പി രാജേഷ്, CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ശ്രീ എം പി രാജേഷ് ഇന്ന് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനം എന്താവും? മിണ്ടാതിരിക്കാം, കുറച്ച് കഴിയുമ്പോൾ പോവുമായിരിക്കും. മനുഷ്യൻ ജോലി തേടി ലോകാന്തര യാത്ര നടത്തുന്നത് പുതിയ കാര്യമല്ല. അങ്ങനെ ലോകത്താദ്യം സഞ്ചരിച്ച ഒരു കൂട്ടരാണ് മലയാളികൾ. മലയാളികളായി പ്രവാസ ജീവിതം നയിക്കുന്ന ഓരോ മനുഷ്യനും അവർ ചെന്നെടുത്തുന്ന നാട്ടിൽ എങ്ങനെയാണ് അനാദരിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ 85 രൂപയാണ്. ഇക്കണക്കിന് എങ്ങനെ ജീവിക്കാം? പക്ഷെ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടി. അപമാനിക്കപ്പെട്ടിട്ടുള്ളത്, അതിനുശേഷം അവരവരുടെ ജീവിതം കെട്ടിപ്പടുത്തിട്ടുള്ളത് എന്നൊക്കെ മലയാളിയുടെ ജീവിതം, പ്രവാസ ജീവിതം അത് പോകുന്നവർക്കറിയാം. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞ നമ്മുടെ ലോകത്തെ ഒരു അനുഭവം എന്താണ്? നിങ്ങൾ സമ്പന്നരാണെങ്കിൽ, നിങ്ങൾ മുതലാളിമാരാണെങ്കിൽ, മൂലധന ശക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ചുവപ്പ് ഉപരോധാനം ഇരിക്കും. തൊഴിലാളിയാണെങ്കിൽ കൈവിലങ്ങുണ്ടാകും. ഡൊണാൾഡ് ട്രംപിൻ്റെ അമേരിക്കയിൽ നിന്നാണ് തൊഴിലാളിയെ കൈവിലങ്ങ് അണിയിച്ച് അഹമ്മദാബാദ് വിമാനത്താവളത്തിലേക്കും അമൃത്സർ വിമാനത്താവളത്തിലേക്കും കൊണ്ടുവന്നത്. നോക്കൂ, നമ്മൾ അത്ര വിസ്തരിച്ചു പോയാൽ നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് വഴിമാറി പോകും. ശ്രീ അനിൽകുമാർ, നമുക്ക് ഈ പോയിന്റിലേക്ക് നേരിട്ട് വന്നാലോ? ഞാൻ പറയുന്നത് ഇതൊരു വ്യക്തിയിൽ ഉന്മൂലമാകുന്ന ഒരു വിഷയത്തിനപ്പുറത്തേക്ക് ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രശ്നമാണ്. ആ പ്രത്യയശാസ്ത്രം എന്താണ്? തൊഴിലെടുക്കാൻ വരുന്നവനെ വെറുപ്പോടെ കാണുന്നൊരു പ്രത്യയശാസ്ത്രം ലോകത്തുണ്ട്. അത് ഇറ്റലിയിലെ ജോർജിയ മിലോണിയും അതുപോലെ തന്നെ ഫ്രഞ്ച് പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായി ഓരോ രാജ്യങ്ങളിലും ഓരോ സംസ്ഥാനങ്ങളിലും ആൾക്കൂട്ട കൊലപാതകങ്ങൾ എന്ന് പറയുന്നത് ലോകത്ത് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാർഗമായിരിക്കുന്നു. ഭയങ്കരം തന്നെ. ഇതിൽ RSS നേതാക്കളുമുണ്ട് എന്ന് എം പി രാജേഷ് പറഞ്ഞതിന്റെ, ഉത്തരവാദപ്പെട്ട മന്ത്രി പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്താണ്? ഒന്നാമത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ഞാൻ ഒരു വാക്കുകൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇപ്രകാരം ഒരു സംഭവം ഉണ്ടായാൽ ഇത് മലയാളിയുടെ അടിസ്ഥാന സ്വഭാവമാണെന്ന് ആരും ആഖ്യാനിക്കരുത് കേട്ടോ. കാരണം ഇന്ത്യ രാജ്യത്ത് അതിഥി തൊഴിലാളികൾ എന്ന നിലയ്ക്ക്, ഏറ്റവും ഉന്നതമായ നിലയ്ക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികളോട് പെരുമാറുന്നൊരു ഗവൺമെൻറ് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ചാരായ നിരോധനം ഏക്കാനിൽ മാറ്റുന്ന പ്രശ്നമില്ല. ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് പ്രതിഷേധം. ചോദ്യമാണ് ഈ പറഞ്ഞ RSS നേതാക്കളുണ്ട് എന്നത് ഉത്തരവാദപ്പെട്ട മന്ത്രിയുടേതാണ്. ഏതെങ്കിലും സമൂഹ മാധ്യമത്തിൽ മുഖം മറച്ച് ഇരിക്കുകയും അരിവാൾ ചുറ്റിക നക്ഷത്രമിടുകയും ചെയ്യുന്ന ഈ കുറെ ആളുകളുണ്ടല്ലോ, അവരല്ല. എം പി രാജേഷ്, ഉത്തരവാദപ്പെട്ട മന്ത്രി പറഞ്ഞ വാക്കാണ് RSS നേതാക്കളുണ്ട്. നമ്മളിനി എന്ത് ചെയ്യും മല്ലയ്യ? ഞാൻ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. അവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാട് മലയാളിക്ക് ചേർന്നതല്ല. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. കേരളത്തിന് ചേർന്നതല്ല. എന്താ ചേരാത്തത്? നിങ്ങൾ കുറ്റവാളി ആരാണോ കുറ്റവാളിയെ ചോദ്യം ചെയ്യണം. ഈ വിദ്വേഷ രാഷ്ട്രീയത്തെ പ്രതിപക്ഷ നേതാവ് ചോദ്യം ചെയ്യണം. ശരി, പ്രതിപക്ഷ നേതാവ് വംശീയ വിദ്വേഷ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യുന്നില്ല.